ബി.ജെ.പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പി.എസ്. ശ്രീധരൻപിള്ളയാണോ കെ. സുരേന്ദ്രനാണോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി.ജെ.പിയിലേക്ക് ചേക്കേറി പത്തനംതിട്ട സീറ്റ് ഉറപ്പിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനങ്ങളൊന്നുമായിട്ടില്ല. എന്തായാലും പത്തനംതിട്ടയുടെ കാര്യത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഏറെ ആശങ്കകളാണ് ബി.ജെ.പിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇക്കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പത്തനംതിട്ടയിൽ കെ. സുരേന്ദ്രൻ തന്നെ ആയിരിക്കും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന മണിക്കൂറിലാണ് കേരള രാഷ്ട്രീയം തീരുമാനിക്കാൻ പോകുന്നത്. ആരായിരിക്കും പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ കരുത്തുറ്റനായ ആ സ്ഥാനാർത്ഥി? പത്തനംതിട്ടയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിന് തൃശൂർ സീറ്റുമായി ബന്ധമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. തൃശൂർ ബി.ജെ.പി ഏറ്റെടുക്കില്ല. മണ്ഡലത്തിൽ ബി.ഡി.ജെ.എസ് തന്നെ മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. എന്നാൽ തൃശൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും തുഷാർ ഒഴിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. വ്യക്തമായി ഉത്തരങ്ങളൊന്നും നൽകാതെ താൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പു പറയാനാകില്ല. മോദിയും അമിത്ഷായും തൃശൂരിൽ തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തുഷാർ പറയുന്നു. പ്രഖ്യാപനത്തിനുള്ള നല്ല സമയം കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനത്തിന് പാർട്ടി യോഗം ചേർന്ന് നടപടിക്രമം പൂർത്തിയാക്കണമെന്നും തുഷാർ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച മത്സരം കാഴ്ചവെക്കാനായ പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് ബി.ജെ.പി ബി.ഡി.ജെ.എസിന് വിട്ടു നൽകിയിരിക്കുന്നത്. കെ. സുരേന്ദ്രൻ താൽപര്യം പ്രകടിപ്പിച്ച മണ്ഡലം വിട്ടു നൽകുമ്പോൾ തുഷാർ അവിടെ മത്സരിക്കണം എന്നതായിരുന്നു ബി.ജെ.പിയുടെ ആവശ്യവും. അതിനാൽ തന്നെ തുഷാറിന് പകരം മറ്റൊരു ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ ബി.ജെ.പി തയ്യാറാകുമോ എന്നതും വ്യക്തമല്ല. ആദ്യം തുഷാർ മത്സരിക്കുന്നതിനെതിരെ കടുത്ത നിലപാടെടുത്ത വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ കഴിഞ്ഞ ദിവസം അനുകൂല നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. മത്സരിക്കണമെങ്കിൽ SNDP ഭാരവാഹിത്വം ഒഴിയണമെന്നായിരുന്നു വെള്ളാപ്പള്ളി മുന്നോട്ട് വച്ച ഉപാധി. എന്നാൽ ഭാരവാഹിത്വം ഒഴിയണമോ എന്നത് പിന്നീട് ആലോചിക്കാം എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. നിലവിൽ SNDP യോഗം വൈസ് പ്രസിഡന്റാണ് തുഷാർ വെള്ളാപ്പള്ളി. എന്തായാലും തൃശൂർ സുരേന്ദ്രന് നൽകാമെന്ന് ഉറപ്പിച്ച സീറ്റ് ഇപ്പോൾ ബി.ഡി.ജെ.എസിന്റെ കയ്യിൽ ഭദ്രമാണ്. മോദിയും അമിത്ഷായും തുഷാറിനോട് മത്സരിക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഇനി എപ്പോഴാകും ആ വിശാലമായ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് മാത്രം നോക്കിക്കണ്ടാൽ മതി. അപ്പോഴും അനിശ്ചിതത്വം തുടരുന്ന പത്തനംതിട്ടയുടെ കാര്യത്തിൽ തീരുമാനം ഒന്നും ആയിട്ടില്ല എന്നത് മറ്റൊരു സത്യവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.